കാർഷിക വിളയുടെ ഉൽപാദന വിപണന രംഗത്ത് 40 വർഷത്തെ പ്രവർത്തന പാരമ്പര്യവുമായി ബിസ്മില്ല റബ്ബർ നഴ്സറി. ബിസ്മില്ല റബ്ബർ നഴ്സറി, ഫാം ആൻഡ് ഗാർഡൻസ്, വാണിയമ്പലം. ബിജെപിയുടെ നേതൃത്വത്തിൽ നിലമ്പൂർ എംഎൽഎ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. നിയോജക മണ്ഡലത്തിൽ നാളിതുവരെയായി വികസന പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ലെന്നാരോപിച്ചാണ് മാർച്ച് നടത്തിയത്. രാഷ്ട്രീയ അടിമത്തം അവസാനിപ്പിച്ചപ്പോൾ ജനങ്ങള് ആര് വന്നാലും വികസനം എത്തിച്ചിട്ടില്ലെങ്കിൽ ഞങ്ങൾ അടുത്ത തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുത്തുമെന്ന് ജനങ്ങൾ തീരുമാനിച്ചപ്പോൾ ഇന്ത്യയിൽ വികസനം എത്തി നോക്കാത്ത പല സംസ്ഥാനങ്ങളിലും വികസനമെത്തി. നമ്മുടെ വടക്കേ ഇന്ത്യയിലെ 4 സംസ്ഥാനങ്ങൾ 5 സംസ്ഥാനങ്ങൾ അറിയപ്പെടുക ബീമാറു സംസ്ഥാനങ്ങൾ എന്ന നിലയിലായി. ഹിന്ദിയിൽ ബീമാർ എന്ന വാക്കിന്റെ അർത്ഥം അസുഖം എന്നാണ്. ബീഹാർ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ, ഈ സംസ്ഥാനങ്ങളൊക്കെ അറിയപ്പെട്ടത് ബീമാറു സംസ്ഥാനങ്ങൾ എന്ന പേരിലായി. പക്ഷെ ഇന്ന് അവിടെയൊക്കെ അവസ്ഥ മാറി. ഇന്ന് അവിടെയൊക്കെ വലിയ വികസനം വന്നു. നെഹ്റു കുടുംബം തിരിഞ്ഞു നോക്കാത്ത റായ്ബറേലിയിൽ നരേന്ദ്രമോദി എയിംസ് കൊണ്ടുവന്നു. ഇന്ന് ഒരു കാലത്ത് ബീമാറു സംസ്ഥാനം എന്ന് അറിയപ്പെട്ടിരുന്ന രാജസ്ഥാനൊക്കെ ടൂറിസം മേഖലയിൽ ലോക ഭൂപടത്തിൽ ഇടം നേടി. വലിയ ഹൈവേകൾ വന്നു, എയിംസ് വന്നു, IIT-കൾ വന്നു, തീർത്ഥാടന കേന്ദ്രങ്ങൾ കാശിയാവട്ടെ, മധുരയാവട്ടെ, അയോധ്യയാവട്ടെ, ബോധ്ഗയയാവട്ടെ ഒക്കെ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഒഴുകിയെത്തുന്ന വലിയ വലിയ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളായി മാറി. വിമാനത്താവളങ്ങൾ വന്നു, മെഡിക്കൽ കോളേജുകൾ വന്നു, അവിടെയൊക്കെ വികസനം വന്നു. ഞങ്ങൾ എന്ത് ചെയ്താലും ഞങ്ങൾ ജയിക്കുമെന്ന ചിന്ത ജനങ്ങൾ മുന്നിട്ടിറങ്ങി അവസാനിപ്പിച്ചപ്പോൾ ആ സംസ്ഥാനങ്ങളിലൊക്കെ വികസനം വന്നു. ഇത് കേരളം പഠിക്കേണ്ടതാണ്. ഇതിപ്പോ ജ്യോതിപ്പടിയിലെ പാർട്ടി ഓഫീസിൽ നിന്ന് പ്രകടനമായെത്തിയ പ്രവർത്തകരെ നിലമ്പൂർ വനം ഓഫീസിന് മുൻപിൽ CI KS ബിനുവിന്റെ നേതൃത്വത്തിൽ പോലീസ് തടഞ്ഞു. വികസനത്തിന് വേണ്ടി കോൺഗ്രസ് MLA യാതൊരുവിധ തരത്തിലുള്ള ഇടപെടലുകളൊന്നും ഉണ്ടായിട്ടില്ല. ഏറ്റവും കൂടുതൽ കാലം നിലമ്പൂർ നിയോജകമണ്ഡലത്തിൽ പ്രതികരിച്ച കോൺഗ്രസ് MLA-മാർ നിലമ്പൂരിന്റെ അടിസ്ഥാന വികസന കാര്യങ്ങളിൽ യാതൊരു തരത്തിലുള്ള പ്രാധാന്യം നൽകിയിട്ടില്ല എന്നുള്ളതും മാർച്ചിനെ തുടർന്ന് നടത്തിയ ധർണ BJP സംസ്ഥാന വക്താവ് VP പത്മനാഭൻ ഉദ്ഘാടനം ചെയ്തു. കുറെ കാലമായി തങ്ങൾ എന്ത് ചെയ്താലും വിജയിക്കുമെന്ന അഹങ്കാരമാണ് കേരളത്തിലെ പല മണ്ഡലങ്ങളിലുമുള്ളതെന്ന് ഉദ്ഘാടകൻ പറഞ്ഞു. കഴിഞ്ഞ കാലങ്ങളിലായി ഉണ്ടായിരുന്ന ആ ചിന്ത ജനങ്ങൾ ഇല്ലാതാക്കിയതിന്റെ തെളിവാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ BJP-ക്കുണ്ടായ വിജയമെന്നും സ്വന്തം കാലിൽ നിൽക്കാൻ ശേഷിയില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് അധപ്പതിച്ചുവെന്നും പത്മനാഭൻ പറഞ്ഞു. സംസ്ഥാന സമിതി അംഗം KC വേലായുധൻ അധ്യക്ഷത വഹിച്ചു. ജില്ലാ ജനറൽ സെക്രട്ടറി ബിജു സാമുവൽ, മേഖലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് TK അശോക് കുമാർ, ജില്ലാ ഉപാധ്യക്ഷൻ സുധീഷ് ഉപ്പട, ജില്ലാ സെക്രട്ടറി സുനിൽ ബോസ്, ജില്ലാ ഉപാധ്യക്ഷ ഡോക്ടർ ഗീതകുമാരി, നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് P ഗിരീഷ്, MT രമേശൻ നായർ, ജിജി ഗിരീഷ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ.